നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്ക് സ്വാഗതം. യെസ്, തുടർച്ചയായ 4-ാം മത്സരത്തിലും പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കി കേരള ബ്ലാസ്റ്റേഴ്സ്. ഇതാ 3 വിജയങ്ങൾ. കഴിഞ്ഞ 4 കളികളിലായിട്ട് 3-ാം വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയിരിക്കുന്നത്. 2-1 ഒഡീഷ FC പരാജയപ്പെടുത്തിയിരിക്കുന്നു. വിക്ടർ ബർത്തോമ്യുവും അതുപോലെ മാറ്റിയസ് ഹെർണാണ്ടസുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഗോളുകൾ നേടിയത്. മറുഭാഗത്ത് ഒഡീഷയുടെ ഗോള് റഹീം അലിയുടെ വകയായിരുന്നു. മികച്ചൊരു പോരാട്ടം, നിരവധി അവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കിയെടുത്തു. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അർഹിച്ച വിജയമാണ് നേടിയിട്ടുള്ളത്. ഫ്രാഞ്ചുവും ബെർത്തോമിയും ചേർന്നുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത്. കളിയുടെ 12-ാമത്തെ മിനിറ്റിലാണ് ബെർത്തോമിയുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് എടുക്കുന്നത്. യോക്ക് ഉയർത്തിക്കൊടുത്ത പന്ത് ഡിഫ്ലക്റ്റഡ് ആയിട്ട് ബെർത്തോമിയുവിന് ലഭിക്കുന്നു. അദ്ദേഹം അത് കിടലിനായിട്ട് ഫിനിഷ് ചെയ്യുന്നു. പക്ഷേ 28-ാമത്തെ മിനിറ്റിൽ റഹീം അലിയുടെ മികച്ചൊരു ഫിനിഷിങ്ങിലൂടെ ഒഡീഷ ഒപ്പം പിടിച്ചു 1-1 സമനില. 2-ാം പകുതിയിൽ മാറ്റങ്ങളുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് കളി 1 മണിക്കൂർ പിന്നിടുമ്പോൾ ഒന്നുകൂടി ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമം നടത്തി. ഹോർമിപ്പാം വന്നു, ആജിസൽ വന്നു. നിഹാൽ സുധീഷിനെ പിൻവലിച്ച് ആജിസൽ കളിക്കളത്തിലേക്ക് വന്നു. ഫ്രാഞ്ചുവിന് പകരം ഈ എബിൻദാസ് യേശുദാസൻ കളിക്കളത്തിലേക്ക് എത്തി. ഏതായാലും കളിയുടെ അവസാന ഘട്ടത്തിലാണ് എബിൻദാസ് യേശുദാസിൻ്റെ വക അസിസ്റ്റിൽ നിന്ന് മാറ്റിയസ് ഹെർണാണ്ടസിൻ്റെ വിന്നിംഗ് ഗോൾ ഇറക്കുന്നത്. 2-1 കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറി. ഇതോടുകൂടി 11 കളികളിൽ നിന്ന് 11 പോയിന്റുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് 9-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.